അതെ, നമ്മുടെ ജോളി ചേച്ചി ഇല്ലേ, ജോളി ചേച്ചി കോടതിയിൽ കൊണ്ടിട്ട് ഒരു ഹർജി സമർപ്പിച്ചായിരുന്നേ. ജോളി ചേച്ചിനെ അറിയത്തില്ലേ? നമ്മുടെ കൂടത്തായി കേസ് ജോളി ചേച്ചി, അതായത് 6 പേരെ സൈനൈഡ് കൊടുത്തു കൊന്നെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, കാരണം വിചാരണ തടവുകാരിയാണല്ലോ. ഇതുവരെ വിധിയൊന്നും വന്നില്ലല്ലോ. വിചാരണ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം ആയിട്ടുള്ളൂ, അത്ര ആയിട്ടുള്ളൂ. ഇതുവരെ വിധിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി കൊണ്ടൊരു ഹർജി കൊടുത്തു. ഹർജി എന്താണെന്നറിയാമോ? നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു വെബ് സീരീസ് വരാൻ പോകുമായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിലാണെന്ന് തോന്നുന്നു. ആ വെബ് സീരീസിൻ്റെ പേര് അണലി എന്നാണ്. അപ്പോൾ ഈ അണലി എന്ന് പറഞ്ഞ വെബ് സീരീസിലെ കഥയും കഥാപാത്രവും ജോളി ചേച്ചിയുമായിട്ടെന്തോ ബന്ധമുണ്ടെന്ന് ജോളി ചേച്ചിക്ക് തോന്നി. അപ്പോൾ ജോളി ചേച്ചി കോടതി കൊണ്ടുപോയി ഹർജി കൊടുത്തു. കോടതി തൽക്കാലത്തേക്ക് ആ വെബ് സീരീസ് തടഞ്ഞു വെച്ചു. സ്റ്റേ. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ ഇങ്ങനെ ഒരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ടെന്നും ഈ വെബ് സീരീസ് ജോളി ചേച്ചിയായിട്ട് ബന്ധമുണ്ടെന്നും തോന്നണമെങ്കിൽ അതെങ്ങനെ തോന്നി? ജോളി ചേച്ചി എങ്ങനെ കണ്ടു? കോടതിയിൽ നമ്മളൊക്കെ 24 മണിക്കൂർ ഇൻസ്റ്റയിലും ഒക്കെ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വെബ് സീരീസ് വരുന്നുണ്ടെന്നും അത് ജോളി ചേച്ചിയായിട്ട് ബന്ധമുണ്ടെന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ, പിന്നെ ഇങ്ങനെ ജോളി ചേച്ചി അറിഞ്ഞെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതൊരു ചോദ്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതിനൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോളി ചേച്ചിക്ക് അഭിഭാഷകരും അല്ലെങ്കിൽ കുടുംബക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ കണ്ട് ജോളി ചേച്ചിനെ അറിയിച്ച് ജോളി ചേച്ചിനെ കൊണ്ട് ഹർജി ഒപ്പിടിച്ച് മേടിച്ചു. അതാണ് സംഭവം. അല്ലാതെ അവിടെ ഇപ്പം എന്നാ പറയുന്നത്, ജയിലിൽ ഇപ്പം TV കാണുന്നുണ്ടോ? അതും ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ? യൂട്യൂബൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. തടവുകാരി എന്ന് പറയുന്നത് തടവുകാരി തന്നെയാണ്, അല്ലാതെ അവർക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ അണലി എന്ന് പറഞ്ഞ വെബ് സീരീസ് സ്റ്റേ ചെയ്ത നടപടി ഉണ്ടല്ലോ, കോടതിയുടെ ഈ നടപടി, അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി. കാരണം വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരു വെബ് സീരീസോ സീരിയലോ സിനിമയോ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ കറി ആൻഡ് സൈനൈഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി വന്നായിരുന്നു. അത് പ്രശ്നമില്ലായിരുന്നോ ആവോ? പിന്നെ ഒരു സംശയം മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അതായത് 2020 ഈ ജോളിയുടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചല്ലോ. അപ്പോൾ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യ ഭർത്താവിനെ കൊല ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇനി ബാക്കി 5 എണ്ണം കൂടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിചാരണ പൂർത്തിയായി, അതിൻ്റെ വിധി കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി 5 എണ്ണം തുടങ്ങാൻ പോകുന്നത്? അതോ ഇതിനോടൊപ്പം അതും കൂടി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോകുമായിരിക്കും അല്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ജയിലിൽ കിടക്കുന്ന ജോളി ചേച്ചി പെട്ടെന്നൊരു ഹർജി കൊടുക്കുന്നു. ഹർജിക്ക് പെട്ടെന്നൊരു തീരുമാനമാകുന്നു, വെബ് സീരീസ് സ്റ്റേ ചെയ്യുന്നു. എന്തൊരു ഫാസ്റ്റ് അല്ലേ?